നമ്മള് ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലെ ആനോട്ടാണ്. ഉത്സവം തുടങ്ങാണ്. നാളെ തൊട്ട് ഉത്സവം തുടങ്ങാണ്. 9-ാം തീയതി വരെയാണ് കേട്ടോ ഉത്സവമുള്ളത്. ജനുവരി അല്ല, മാർച്ച് 9-ാം തീയതി വരെയാണ് കേട്ടോ. ഇതിനു മുന്നേ ആനോട്ടം കണ്ടിട്ടുണ്ടോ പയ്യ? പയ്യ ഓർമ്മയുണ്ടാ? നമ്മള് പോവാറുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലം പോയില്ല കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ കഴിഞ്ഞ കൊല്ലം പോയിട്ടില്ല. അതിന് മുന്നത്തെ ഇല്ല, അതിന് മുന്നത്തെ കൊല്ലം പോയത് നമ്മള്. കഴിഞ്ഞ കൊല്ലം നമ്മള് എന്തോ പറ്റിയപ്പോ പോകാൻ പറ്റിയില്ല. അപ്പോ ആനോട്ടെ രസമാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട്. ചില ആനകളൊക്കെ ആദ്യ തുടക്കത്തിൽ ഓടുന്ന ആന മാത്രം ജയിക്കുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ബാക്കിയൊക്കെ മടി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണ്ടായിരിക്കും. അപ്പൊ അതിന് ഓർമ്മയുണ്ട്, ഒരു കുട്ടിയാന വെറുതെ നടന്നോണ്ടത് ഒരു പെണ്ണാന ഉണ്ടായിരുന്നു കേട്ടാ. പെണ്ണാന ആള് നല്ല ക്യൂട്ടാണ്. പക്ഷെ ആളിങ്ങനെ മടിയൊക്കെ പിടിച്ച് ഇങ്ങനെ കുണുങ്ങി ഇങ്ങനെ നടക്കായിരുന്നു കേട്ടാ. അപ്പൊ നമുക്ക് നോക്കാം ഇപ്രാവശ്യം ആരാ ജയിക്കുക. അങ്ങനെ ആ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തെക്കേ നടയിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ തിരക്കൊന്നുമില്ല, ശാന്തമായിട്ട് കിടക്കുകയാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ ആനോട്ടത്തിൻ്റെ ആ ഒരു ഭാഗം, അതായത് കിഴക്കേ നടയിലാണല്ലോ ആനോട്ടം ഉണ്ടായിരിക്കുക, അവിടെ ജനപ്രളയമായിരുന്നു കേട്ടോ. നിൽക്കാൻ തന്നെ സ്ഥലമില്ല എന്ന് പറയില്ല, അമ്മാതിരി തിരക്ക്. ഈ ആനോട്ടം എന്തിനാ നടത്തണേന്നുള്ള ഒരു ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര പേര് കണ്ടിട്ടുണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ കാണാത്തവർ ആ ഷോർട്സ് ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇതാ കുടമണി കൊണ്ടിട്ട് ഓടുണ്ട് പാപ്പന്മാര്. ഇനി ഇതാരാണ് അവിടെ പോയിട്ട് ഫസ്റ്റ് കെട്ടി കൊടുക്കണേ, അവരായിരിക്കും ഓടി എത്തുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ പാപ്പന്മാരുടെ ഓട്ടത്തിൻ്റെ ആ ഒരു സ്പീഡിനനുസരിച്ചിരിക്കും ആനകൾ തിരിച്ച് ഓടി വരുന്നത് കേട്ടോ. അങ്ങനെ ഓടി ഇപ്രാവശ്യം ജയിച്ചിട്ടുള്ളത് രവികൃഷ്ണനാണേ. ആന വരുമ്പോ വണ്ടിയിൽ വരുന്നത്, ആംബുലൻസും വണ്ടിയും വരും. ഇപ്പൊ ശരിക്കാണ്. ആദ്യം ഓടിയെത്തുന്ന 3 ആനകൾക്കായിരിക്കും കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു പ്രവേശനം ലഭിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ ആദ്യം ഓടിയെത്തുന്ന ആനയായിരിക്കും ഭഗവാന്റെ സ്വർണ്ണം തിടമ്പ് എഴുന്നള്ളിച്ചിട്ട് ഇപ്രാവശ്യത്തെ ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിന് നിൽക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. അത് തോറ്റുന്ന് കണ്ടപ്പോൾ ഇട്ടുള്ളതാവും. തോറ്റുന്ന് കണ്ടപ്പോഴേ ഇട്ടുള്ളതാവും. അല്ലാതെ നടച്ചകലായിട്ട് ഓടാൻ പറ്റില്ലല്ലോ. ഗോപികണ്ണനാണോ? അത് ഗോപികൃഷ്ണനാ പോയത്. സിദ്ധാർത്ഥൻ अक्षय कृष्ण
ഇതാണ് ആ വെച്ചിട്ടുള്ള ആന. ആനോട്ട മത്സരം നമുക്ക് സ്റ്റാർട്ട് ആവുന്നത് മഞ്ജുലാലിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ. അതൊന്നും നമുക്ക് അങ്ങനെ കവർ ചെയ്യാൻ സാധിക്കില്ല, കാരണം ഇതിന് പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കെട്ടിയവർക്ക് മാത്രമാണ് ആ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, അപ്പോൾ അതിനനുസരിച്ച് മാത്രമാണ് കേട്ടോ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം അത് എടുത്തിട്ടുണ്ട് കേട്ടോ. വിഷ്ണു 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 എവിടെയാ കഴിഞ്ഞു അകമ്പടിയോട് കൂടി വിഷ്ണുവിന്റെ. അങ്ങനെ 2026 ഗുരുവായൂർ ഉത്സവത്തിൻ്റെ ആദ്യത്തെ കടമ്പ അവിടെ നിന്ന് കടന്നിരിക്കുകയാണ് കേട്ടോ. ആനോട്ടം കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ശേഷം നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. ഓട്ട മത്സരമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായിട്ട് നിൽക്കുന്ന എല്ലാവരും ഇവിടെ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂട്ടം നിന്നിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ പെണ്ണാണത്രേ, പായുവിനെ കണ്ടുപിടുത്താനുണ്ടാ. പേട്ടപ്പായു പറയുന്നതാണ് ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞാണ്. അമ്മാ പെണ്ണാനെയാണ് ഇത്. കൃഷ്ണനാരായണൻ സ്റ്റേജൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്പലത്തിലേക്കുള്ളത്. ഗുരുവായൂർ ഉത്സവം 2026 എന്തുട്ടാ ഉത്സവത്തിന്റെ നമ്മള് നാരായണീയ യജ്ഞ സമിതിയിലേക്ക് പോവാട്ടാ. വഴി കാണിച്ചരാട്ടാ. ഈ മാവ് കണ്ട, അതായത് കുളം കേട്ടാ. ഈ കുളത്തിന്റെ അവിടെ നിന്ന് നേരെ 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 കാണുന്ന ആ കടയാണ് നാരായണീയ യജ്ഞ സമിതി ട്ടാ. ഇവിടെ നിന്നാൽ നമ്മുടെ ഹരിചന്ദനവും ഗോപിചന്ദനൊക്കെ കിട്ടുന്നതായിരിക്കും. ടൈം ഇത് ഗുരുവായൂർ അമ്പലത്തിലാണല്ലേ. ഇതല്ല ഇത് കൃഷ്ണനാരായണനല്ലേ. ഇതല്ല ഉണ്ടപ്പത്രല്ലേ, കവളൊക്കെ നോക്കിയാലേ ബുളു ബുളു പോലെ ഇരിക്കണില്ലേ. ഒരു മിനിറ്റ് ബാബയുടെ പേരെന്താ? അനുഭാവ. ചേച്ചിയുടെ പേരെന്തായിരുന്നു? അനു. ബാബ എന്ന് വിളിക്കുന്നത് അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ബാബ എന്ന് വെച്ചാല് എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ചോട്ടാ ബേബി. നമ്മുടെ പൂജാ റൂമിൻ്റെ റിനോവേഷൻ്റെ പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ 2 വിഗ്രഹം വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ വാങ്ങിക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഐശ്വര്യ ഫാൻസിയിലേക്കാണ് കേട്ടോ. ഇത് പടിഞ്ഞാറ് നടയിൽ തന്നെയാണ്. അതായത് നമ്മൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് പടിഞ്ഞാറ് നടയ്ക്ക് ഫസ്റ്റ് കയറിയില്ലേ, ആ ഒരു എന്താ പറയുക, റോഡ് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു ഫ്രണ്ടിലേക്ക് നടക്കും. അത് കഴിഞ്ഞിട്ടൊരു റോഡ് വന്നിട്ടാണല്ലോ വീണ്ടും അമ്പലത്തിൻ്റെ ഒരു കോമ്പൗണ്ടിലേക്ക് കിടക്കുന്നത്. അവിടെയുള്ള ഫസ്റ്റത്തെ റൈറ്റ് സൈഡിലുള്ള കടയാണ് കേട്ടോ. എൻ്റെ ചെറുപ്പം തൊട്ടിട്ട് ഞാൻ പോണൊരു കടയാണ്. അമ്മ ഒക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ ആ കടയിലേക്ക്. ഇവിടെ കുറേ കൃഷ്ണ വിഗ്രഹങ്ങളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അത്യാവശ്യത്തിന് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്കിവിടെ കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ അവിടേക്ക് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യവും പോയിട്ടുള്ളത്. കൃഷ്ണ വിഗ്രഹം, അതുപോലെ മഞ്ഞപ്പട്ട്, അതുപോലെ കണിക്കൊന്ന, പാറ, തളിക, അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ, അതുപോലെ തിരുവടയാട വിത്ത് സ്റ്റാൻഡ്, പിന്നെ അതുപോലെ തന്നെ കളപ്പക്കട്ട, അതുപോലെ നമ്മുടെ വിളക്ക്. അങ്ങനെയാണെങ്കിൽ 11 ഐറ്റം, കൃഷ്ണനടക്കം 11 ഐറ്റത്തോടു കൂടിയ 999 അതാണ് നമ്മുടെ റേറ്റ് വരുന്നത്. വിഷുക്കണിയുടെ സെറ്റ് വന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ ചേച്ചി പറഞ്ഞത്.
999 രൂപയാണ് ഈ ഒരു സെറ്റ് വരുന്നത്. 11 ഐറ്റാണ് കേട്ടോ. കൃഷ്ണ വിഗ്രഹം അടക്കം 11 ഐറ്റാണ് ഈ ഒരു വിഗ്രഹത്തിൻ്റെ സെറ്റിൽ, അതായത് വിഷുക്കണിയുടെ സെറ്റിൽ വരുന്നത് കേട്ടോ. അതുകൂടാതെ ഇവിടെ എല്ലാവിധ ഐറ്റംസും ഉണ്ട്. ഫാൻസി ഐറ്റംസും ഉണ്ട്, കൃഷ്ണ വിഗ്രഹങ്ങളുണ്ട്, കളിപ്പാട്ടങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്ത് വന്നാലും ഇവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ല, അങ്ങനെ ഒരു ഷോപ്പാണിത്. ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പം തൊട്ടിട്ട് ഇങ്ങോട്ട് വരുന്ന കാരണം തന്നെ നമുക്ക് അവരെ ഓൾറെഡി പരിചയമുണ്ട് കേട്ടോ. ഐശ്വര്യ ഫാൻസി എന്നാണ് അവരുടെ കടയുടെ പേര് വരുന്നത്. ആർക്കെങ്കിലൊക്കെ വിഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് വെച്ചാൽ ഇവിടേക്ക് വന്നേക്കൂട്ടോ. ആനോട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് എന്താ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ കലവറ ഓപ്പൺ ആയിട്ടുണ്ട് നാളെ തൊട്ടിട്ട്. അതായത് ഇന്നത്തെ തൊട്ട്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇന്നത്തെ ദിവസം തൊട്ടിട്ട് കഞ്ഞിയും പുഴുക്കൊക്കെ കിട്ടുന്നതായിരിക്കും. കാലത്ത് ഒരു 9:30-10 മണിയോട് കൂടിയിട്ട് അവിടെ കഞ്ഞിയും പുഴുക്കൊക്കെ കൊടുക്കാൻ തുടങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരാണ് അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നവരാണ് എങ്കിൽ ഭഗവാന്റെ ഈ ഒരു പ്രസാദം കഴിക്കാൻ ആരും മറക്കരുത്. നമ്മളെല്ലാ കൊല്ലം മുടങ്ങാണ്ട് പോവാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പാത്രമൊക്കെ കൊണ്ട് പോവുകയാണെന്ന് വെച്ചാൽ ടോക്കൺ കിട്ടിയാൽ മാത്രം കേട്ടോ. ടോക്കൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിയും സാധനങ്ങളും, അതായത് പപ്പടം, കഞ്ഞി, പുഴുക്കൊക്കെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പക്ഷെ ടോക്കൺ കിട്ടണം കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിലെ കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും അറിയണം എന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ നമ്മളോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇതിന് മുന്നേ ആനോട്ടം കണ്ടിട്ടുണ്ടോ, ഗുരുവായൂർ ഉത്സവത്തിന് വന്നിട്ടുണ്ടോ, ഇവിടുത്തെ കഞ്ഞിയും പുഴുക്കും ഒക്കെ, അതായത് ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിലെ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് വെച്ചാൽ അതും കമൻറ്റിലൂടെ തന്നെ അറിയിക്കാം.